Praise Lord. Amen. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर का अति पवित्र नाम का महिमा हो. परमेश्वर ने हमको और एक संगति दिया है. ദൈവം നമുക്ക് ഒരു ദിവസം കൂടി ദാനമായിട്ട് തന്നു, നമ്മൾ ഒത്തൊരുമിച്ച് നമ്മൾ കൂട്ടായ്മ ആചരിക്കുവാൻ. प्रभु को हमें कितना धन्यवाद देना चाहिए कि इस तरह का संगति और बोझ दिया और भाइयों को इस तरह इकट्ठा कर रहा है. നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രീതിയിൽ നമ്മളെ കൂട്ടി വരുത്തുവാനും നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മ ദൈവം നൽകി തരാനും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. तो आओ हम लोग प्रभु का वचन में और हम मनन करते हैं. നമുക്ക് വചനത്തിന്റെ ധ്യാനത്തിലെങ്കിലും പ്രവേശിക്കാം. लोग ने क्योंकि जो भी समय हमको मिलता है वो प्रभु का संगति के लिए और प्रभु का महिमा के लिए हम इस्तेमाल करना है. നമുക്ക് കിട്ടുന്ന സമയങ്ങളും നമ്മുടെ അവസരങ്ങളും ഒക്കെയും കർത്താവിന് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. आज का हमें जो विषय है वो ये है कि क्या प्रभु एक शुक्रवार का दिन क्या प्रभु क्रूस पर मरा क्या. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ യേശു വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച മരിച്ചോ എന്നതാണ്. हम जानते हैं कि गुड फ्राइडे आ रहा है. നമുക്കറിയാം ദുഃഖ വെള്ളി വരുന്നു. तो ये स्वाभाविक रीति से लोगों ने ये बात समझा है कि और ये बात लोगों को लगता है कि प्रभु का मृत्यु उस एक फ्राइडे को एक शुक्रवार का दिन हुआ करके. സ്വാഭാവികമായിട്ട് ലോകത്തിലെ മനുഷ്യർ എല്ലാവരും ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ് എന്നത്. तो आओ आज हम लोग उस विषय में थोड़ा सा उसका अभ्यास करेंगे. എന്നാൽ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് അല്പനേരം ഒന്ന് ചിന്തിക്കാം. आज का ये विषय कोई बहुत बड़ा तर्क करने के लिए या ऐसा कुछ बात विषय है नहीं. ഇന്നത്തെ ഈ വിഷയം ഒരു വലിയ വാഗ്ദാനത്തിനോ ഒന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. यानी कि मैं बहुत बुद्धिमान हूँ ये साबित करने के लिए भी नहीं है. ഞാൻ വലിയൊരു ബുദ്ധിമാനാണെന്ന് തെളിയിക്കാനും കൂടിയല്ല. बल्कि हमें बस प्रभु का वचन में इस विषय में क्या कहता है वो बात जानने के लिए और वो आनंद आपको बांटने के लिए मैं यह समय इस्तेमाल करना चाहता हूँ. എന്നാൽ ദൈവവചനം എന്ത് പറയുന്നു, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് എന്ന് അല്പനേരം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. हम जानते हैं दुनिया के रीत रिवाज के अनुसार नहीं बल्कि हमें वचन के अनुसार हमें जीना है. നമുക്കറിയാം ലോകത്തിന്റെ ചട്ടപ്രകാരമല്ല, എന്നാൽ ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. तो ये गुड फ्राइडे या शुक्रवार का ये अवस्था को समझने के लिए सबसे पहला हमें 3 बातें हमें बेस में जानना जरूरी है. ദുഃഖ വെള്ളിയാഴ്ച എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ये बेस हमें समझ में आएगा तो ही हम लोग वो दिन का मूल्य यहूदियों को यीशु मसीह मरने का दिन का के विषय को हम समझ सकते हैं. ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ വെള്ളിയാഴ്ച കർത്താവായ യേശുക്രിസ്തു മരിച്ചോ എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കൊരു വ്യക്തത കിട്ടത്തുള്ളൂ. तो इसके लिए हम लोग वो 3 विषय, एक है यहूदियों का समय, ആ 3 അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് യഹൂദന്മാരുടെ സമയം, दूसरा है यहूदियों का पर्व, രണ്ടാമത് യഹൂദന്മാരുടെ ഉത്സവം, और तीसरा है तैयारी का दिन. മൂന്നാമത് ഒരുക്ക ദിവസം. ये 3 बेस बातें हैं. ये बेस के आधार पर ही हम लोग यीशु मसीह किस दिन मरा वो दिन हम लोग नियुक्त कर सकते हैं. ഈ 3 അടിസ്ഥാനത്തിന്റെ മേലാണ് കർത്താവായ യേശുക്രിസ്തു എന്നാണ് മരിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. वो दिन ആ ഒരു ദിവസം. तो इसके लिए सबसे पहला हम लोग जो देख रहे हैं वो है यहूदियों का समय. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് യഹൂദന്മാരുടെ സമയപ്രകാരം. तो समय सबसे पहला जानने के लिए पहला हमें ये चार्ट को जानना जरूरी है. ഈ സമയം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സ്ക്രീൻ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. इसमें जो काला अक्षर में लिखा है वो हमारा समय है और जो लाल अक्षर है वो यहूदियों का समय है. കറുത്ത അക്ഷരത്തിൽ സംഖ്യകൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ സമയപ്രകാരവും ഈ ചുമന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരുടെ സമയപ്രകാരമാണ്. यहूदियों का समय इस रीति से उन लोग ने रखा है. യഹൂദന്മാരുടെ സമയപ്രകാരമാണ് ഈ ചുമന്ന അക്ഷരം മുഴുവനും നമ്മൾ ഇപ്പം കാണുന്നത്. अब ये ऐसे ही है कि नहीं जानने के लिए हम बाइबल में जाते हैं. ഇത് ഇങ്ങനെ തന്നെ ആണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാൻ നമ്മൾ വചനത്തിലൂടെ ഒന്ന് നോക്കാം. उसके लिए सबसे बड़ा बेस्ट आधार जो हमें समयों के बारे में समझने के लिए मत्ती का पुस्तक 20वां अध्याय में है. നല്ലൊരു ദൃഷ്ടാന്തം, ഒരു കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. इस 20वां अध्याय में यहाँ पर हम एक मालिक को देखते हैं जो अपने खेती में कुछ मजदूरों को ढूंढकर काम के लिए लगाता है. ഇവിടെ 20-ാം അധ്യായത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു വീട്ടുടയവൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചുകൊണ്ട് വരേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്.
यहाँ पर एक समय, उन लोग का समय रीति, यहूदियों का समय का रीति ये दृष्टांत में दिया है. യഹൂദന്മാരുടെ സമയചട്ടമാണ് ഇവിടെ 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 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ये समय के रीति के समझ पढ़ने से हमें समझ में आएगा यहूदियों का समय कैसा चलता है. ഈ സമയം നമ്മൾ നോക്കിയാൽ യഹൂദന്മാരുടെ സമയം എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. बाकी 3 में वहां पर हम देखते हैं अंग्रेजी बाइबल में थर्ड आवर करके लिखा है, लेकिन हिंदी में देखेगा तो लिखा है फिर पहर एक दिन चढ़ा. 20ന്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് 3-ാം മണി നേരം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. तो वो जो समय है, जो तीसरा घंटा या फिर पहला पहर, वो हमारा समय में ट्रांसलेट करेगा तो सवेरे का 9 बजे के. 3-ാം മണി നേരം എന്ന് പറയുന്നത് ഇന്ത്യ സമയപ്രകാരം അത് വെളുപ്പിനെ 9 മണിയാണ്. उसके बाद मत्ती का पुस्तक 5वां अध्याय में उधर 2 समय दिया गया, एक है दूसरा और तीसरा पहर, यानी कि 6th hour and 9th hour. അവിടെ മത്തായി സുവിശേഷം അതിന്റെ 5ാമത്തെ വാക്യത്തിൽ തന്നെ 20ന്റെ 5ാമത്തെ വാക്യത്തിൽ തന്നെ 6-ാം മണി നേരവും 9-ാം മണി നേരത്തെ കുറിച്ചും പറയുന്നു. ये समय दूसरा पहर यानी कि 6th hour यानी कि दोपहर का 12 बजे को कहते हैं, और तीसरा पहर यानी कि दोपहर का 3 बजे. 6-ാം മണി നേരം എന്ന് പറയുന്നത് 12 മണിയും ഉച്ചയുടെ 12 മണിയും പിന്നെ 9-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ചയുടെ 3 മണിയുമാണ്. और उसके अलावा मत्ती का पुस्तक 20 का 6 में पढ़ते समय में 11th hour यानी कि 1 घंटा दिन करके बोला है, वो शाम का 5 बजे को बताता है. എന്നാൽ 6ാമത്തെ വാക്യത്തിൽ 11-ാം മണി നേരം എന്ന് പറയുന്നത് വൈകുന്നേരം ഇന്ത്യ സമയപ്രകാരം 5 മണിയാണ്. तो ये है पूरा बाइबल में, अगर खास रूप में नए नियम में सुसमाचारों में पढ़ते समय में खास रूप में सबसे ज्यादा समय जो इस्तेमाल किया है, थर्ड आवर, 6th hour और 9th hour को ज्यादा इस्तेमाल किया है, यानी कि पहला पहर, दूसरा पहर और तीसरा पहर. സുവിശേഷങ്ങളിൽ നമ്മൾ നോക്കിയാൽ 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം എന്ന ക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ये समय का मूल्य तो हमें आगे उसका समझ में आएगा. സമയത്തിന്റെ മൂല്യത നമ്മൾക്ക് വരുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. हाँ, तो ये समय क्या है, एक 9 पहला पहर यानी 9 बजे, दूसरा पहर 12 बजे और तीसरा पहर 3 बजे. ആദ്യത്തെ ഒരു സമയപ്രകാരം 9-ാം മണി നേരം, പിന്നെ 9-ാം മണി നേരം, 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം. ओके, तो ये अभी का जो क्लॉक दिखा रहा है, ये यहाँ पर का एडजस्ट किया हुआ टाइम है, यहूदियों का एडजस्ट किया हुआ टाइम है. ഇവിടെ നമ്മൾ കാണുന്ന ക്ലോക്കിൽ പ്രകാരം യഹൂദന്മാരുടെ സമയപ്രകാരം കൊടുത്തിട്ടുണ്ട്. हाँ, यहाँ पर जो हमारा जो 9 बजे का जो टाइम है, ये उनका पहला पहर है. 3-ാം മണി നേരം എന്ന് പറയുന്നത് അവരുടെ രാവിലെ, നമ്മുടെ ഇവിടുത്തെ രാവിലെ 9 മണി. हाँ, दूसरा पहर यानी 6th hour यानी कि दोपहर का 12 बजे. 6-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ച സമയം 12 മണിയാണ്. और तीसरा पहर यानी कि 9th hour बोला तो वो दोपहर का 3 बजे है. 9-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 3 മണി. ये अभी हमने मत्ती का पुस्तक 20वां अध्याय में हमने पढ़ा. ഈ കാര്യം തന്നെയാണ് നമ്മൾ മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ വായിച്ചത്. और उसका हमने 20वां अध्याय का उसका वाक्य 6 में हमने पढ़ा एक घंटा दिन यानी कि 11th hour. വാക്യം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് 11-ാം മണി നേരം എന്ന് പറയുന്നത് ഇന്ത്യൻ സമയപ്രകാരം 5 മണി വൈകുന്നേരം. हाँ, ये टाइम का विषय को अगर हम देखा जाए तो वो इधर हम पढ़ते हैं, वो शाम का 5 बजे का विषय में है, जो 1 घंटा पहले करके बोला गया है. वो 1 മണിക്കൂർ മുൻപ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ 5 മണി വൈകുന്നേരം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. तो वो ऐसा क्यों है कि वो 1 घंटा पहर यानी कि 11 शाम का 5 बजे बोला गया है? എന്തുകൊണ്ടാണ് ഈ 11-ാം മണി നേരം ഈ 5 മണിക്ക് വൈകുന്നേരം 5 മണി എന്ന് പറയുന്നിരിക്കുന്നത്? वो वास्तव में देखा जाए तो वो दिन का लास्ट टाइम है वो, यानी कि उसके बाद 1 घंटे के बाद नया दिन शुरू होएगा. നമ്മൾ വാസ്തവമായിട്ട് നോക്കിയാൽ നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞാൽ 6 മണി തൊട്ട് ഇന്ത്യ സമയപ്രകാരം 6 മണി വൈകുന്നേരം തൊട്ട് യഹൂദന്മാരുടെ പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്. उसका उदाहरण के लिए हम लोग वही दृष्टांत में मत्ती का पुस्तक 20 का 12 अध्याय का 12 वाक्य में पढ़ते समय में ആ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി 20ന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ हम जानते हैं कि जब मालिक ने जब दासों को यानी मजदूरों को जब सेवा के लिए बुलाया था, നമുക്കറിയാം യജമാനൻ വേലയ്ക്ക് വേണ്ടി തന്റെ വേലക്കാരെ വിളിച്ചു കൂട്ടിയപ്പോൾ उसका वाक्य 2 में क्या हम पढ़ते हैं, वो एक दिन का दिनारी के हिसाब से मजदूरी देगा करके बोला था. 2ാമത്തെ വാക്യം പറയുന്നത് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞെത്തും. हाँ, यानी कि क्या वो एक दिन
का उसका मजदूरी वहां पर 1 दिनारी देगा करके ये बात कंफर्म करके लोगों को काम पे रखा था। ഈ വേലക്കാരോട് ഒരു ദിവസത്തെ കൂലി ഒരു വെള്ളിക്കാശാണെന്ന് പറഞ്ഞൊത്തായിരുന്നു ഈ യജമാനൻ. लेकिन क्या हो गया, एक जन को जब कुछ लोगों को शाम को 5 बजे बुलाया, എന്നാൽ കുറച്ച് ആൾക്കാരെ ഇവിടെ വൈകുന്നേരം 5 മണിക്ക് വിളിക്കുന്നതായി നമ്മൾ കാണുന്നു. यानी कि 11th आवर, यानी कि 1 घंटा दिन, जो वाक्य 6 में हमने पढ़ा, ബാക്കി 6ാമത്തെ വാക്യത്തിൽ 11 മണി നേരം. वो बात हो जाने के बाद बाकी लोगों ने क्या सोचा, എന്നാൽ ഈ ഒരു കാര്യത്തിന് ശേഷം ബാക്കി പിന്നെ രാവിലെ 9 മണിക്ക് വന്നവർ എന്ത് ചിന്തിച്ചു? उनको लगा कि देखो जो 5 बजे आ रहा है उन सबको 1 दिनारी पैसा मजदूरी मिल गया करके. 9 മണിക്ക് വന്നവർ ചിന്തിക്കാൻ തുടങ്ങി 5 മണിക്ക് വന്ന ആൾക്കും ഞങ്ങളെ പോലെ തന്നെ സെയിം കൂലി അവർക്കും കിട്ടാൻ തുടങ്ങി. तो वो लोग शिकायत करने लगे, भाई हम लोग तो पूरा दिन से काम कर रहे हैं और लेकिन ये 5 बजे आया हुआ लोग सिर्फ 1 ही घंटा काम किया. അവര് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി, ഞങ്ങള് രാവിലെ തൊട്ട് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു വെള്ളിക്കാശാണ് പറഞ്ഞു തരുന്നത്, എന്നാൽ 5 മണിക്ക് വന്നിട്ട് 1 മണിക്കൂർ മാത്രം ജോലി ചെയ്ത ആക്കും ഞങ്ങളെ പോലെ തന്നെ സെയിം കൂലിയാണ് കൊടുക്കുന്നത് യജമാൻ. तो वही 20 का 12 में, तो ऐसा क्यों 1 घंटा बोला है? क्योंकि 5 बजे के बाद जब 6 बजता है यहूदियों का टाइम के हिसाब से, शाम का 6 बजे उनका नया समय शुरू होता है. എന്തിനാണ് അവിടെ 1 മണിക്കൂർ നേരം എന്ന് പറയുന്നത്? കാരണം 5 മണിക്ക് ശേഷം 6 മണി തൊട്ട് അവരുടെ പുതിയ ദിവസത്തിന്റെ തുടക്കമാണ്. यहूदी लोग इस रीति से समय को देखते हैं. ഈ രീതിയിലാണ് യഹൂദന്മാർ സമയത്തെ നോക്കുന്നത്. हम लोग जो नॉर्मल टाइमिंग है, स्टैंडर्ड टाइमिंग देखा जाए तो सुबेरे 12 बजे 12 AM को जब टाइम शुरू होता है, वो नया दिन शुरू होता है, तो 11:59 AM को वो दिन खत्म हो जाता है. നമ്മുടെ സമയപ്രകാരം വെളുപ്പിനെ 12 മണി എന്ന് പറയുന്നത് തൊട്ടാണ് നമ്മുടെ ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കം. लेकिन यहूदियों के विषय में क्या है, शाम का 6 बजे, यानी कि शाम को 5:59 हो गया, उनके लिए नया दिन शुरू होता है. എന്നാൽ യഹൂദന്മാരുടെ വിഷയത്തിൽ 5:59 കഴിഞ്ഞതിന് ശേഷം 6 മണി തൊട്ട് അവരുടെ പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്. ये ऐसा क्यों वो लोग ने इस रीति से माना है? എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ ചിന്തിക്കുന്നത് സമയത്തെ കുറിച്ച്? उसके लिए हमें उत्पत्ति का पुस्तक में सृष्टि में जाना पड़ेगा. അതിനുവേണ്ടി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഒന്ന് പോകാം. उसका सृष्टि में भी प्रभु ने इसी रीति से कार्य किया है. ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തി. ഇങ്ങനെ തന്നെയാണ് ദൈവം ചെയ്യുന്നത്. तो वो सृष्टि में कैसे परमेश्वर ने जो समय नियुक्त किया, वही समय यहूदी लोग आज भी फॉलो करते हैं. ദൈവം എങ്ങനെയാണോ സമയത്തെ ഉണ്ടാക്കിയപ്പോൾ സമയം ക്രമീകരിച്ചത്, ആ രീതിയിൽ തന്നെയാണ് യഹൂദന്മാർ ഇപ്പോഴും സമയത്തെ ക്രമീകരിക്കുന്നത്. उदाहरण में उत्पत्ति का पुस्तक 1:5 पढ़ते समय में, ഉദാഹരണത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാൽ, तथा सांझ हुई फिर भोर हुआ, इस प्रकार पहला दिन हो गया. तो उन लोग का पहला दिन कैसा हो गया? जब सांझ हुआ और फिर भोर हुआ, यानी इवनिंग आया फिर मॉर्निंग हुआ, और वो उन लोग का पहला दिन है. 5-ാമത്തെ വാക്യം അതിന്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചാൽ, സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം. അപ്പോൾ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഉഷസായി എന്നാ പറയുന്നത്. तो उन लोग का समय कैसा, देखो जैसा शाम हो गया तब उनका नया दिन शुरू हो गया. അപ്പൊ അവരുടെ സമയം നോക്കണം, സന്ധ്യ ആയി കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കമാണ്. लेकिन हम लोग दुनिया में जब देखते समय में शाम हो जाने के बाद रात होता है ना. എന്നാൽ നമ്മളൊന്ന് നോക്കിയാൽ സന്ധ്യ ആയതിനു ശേഷം രാത്രിയല്ലേ ആകാറ്. लेकिन इधर बाइबल में क्या लिखा है, अभी हम वाक्य में क्या पढ़ते हैं, जैसे ही सांझ हुआ फिर भोर हुआ, इवनिंग हुआ तो मॉर्निंग हुआ करके बोल रहा है. ഇവിടെ സന്ധ്യയായി ഉഷസായി എന്നാണ് വചനം രേഖപ്പെടുത്തുന്നത്. तो ऐसा क्यों लिखा है? क्योंकि ये उन लोग का वर्किंग टाइम को प्रभु देखता है, उन लोग को बताया है. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇവര് ജോലി ചെയ്യുന്ന ആ ഒരു സമയപ്രകാരമാണ് ദൈവം ഈ സമയത്തെ ക്രമീകരിക്കുന്നത്. हम लोग अगर वो घड़ी को अगर हम देखेंगे तो നമ്മൾ ആ സമയത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, जब ये 6th आवर जो है 6 बजे, शाम का 6 बज जाता है, വൈകുന്നേരം 6 മണി ആകുമ്പോൾ ये 6 उनका नया दिन हो जाता है. അവരുടെ പുതിയ ദിവസത്തിന്റെ തുടക്കമാണ്. उसके बाद जब 7 बज जाता है, എന്നാൽ 7 മണി ആകുമ്പോൾ ये 7 बजे जो है, ये रात का, शाम का 7 बजे नहीं, ये सवेरे का 7 बजे का है. फर्स्ट यहूदियों का फर्स्ट आवर बोला तो, पहला घंटा बोला तो सुबह का 7 बजे को है. ഇത് 7 മണി എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണിയല്ല, എന്നാൽ യഹൂദന്മാരുടെ ചട്ടപ്രകാരം ഇത് 1-ാം മണി നേരം, അതായത് അവരുടെ പുതിയ ദിവസത്തിന്റെ തുടക്കത്തിന്റെ ആദ്യത്തെ മണിക്കൂർ. അത് वो सवेरे है, मॉर्निंग में है वो. അത് വെളുപ്പിനെയാണ്. क्योंकि जैसे ही शाम का 6 बज जाता है, उनका नया दिन शुरू होने के बाद सवेरे 7 बजे से उन लोग का वर्किंग टाइम, यानी कि काम करने का समय शुरू होता है.
അത് രാവിലെ ഈ 6 മണിക്ക് ശേഷം പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ white വൈകിട്ട് 6 മണിക്ക് ശേഷം പുതിയൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ അവര് ജോലിയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് അവരുടെ സമയചട്ടപ്രകാരം നമ്മൾ നോക്കുമ്പോൾ. तो डायरेक्टली सुबह फर्स्ट आवर होता है, यानी कि पहला घंटा वो है सवेरे 7 बजे. അപ്പം 1-ാം മണി നേരം എന്ന് പറയുന്നത് രാവിലെ 7 മണിയാണ്. इसीलिए हम लोग उत्पत्ति का पुस्तक में जब हम पढ़ते समय में, അതുകൊണ്ട് ഉത്പത്തി പുസ്തകം നമ്മൾ വായിച്ചാൽ हम लोग देखो अभी 1:08 में भी अगर हम देखें तो जब सांझ हुआ फिर भोर हुआ और इस प्रकार दूसरा दिन हुआ. സന്ധ്യയായി ഉഷസായി അങ്ങനെ 1-ാം ദിവസം. हाँ, वाक्य 8 में हम पढ़ते हैं दूसरा दिन हुआ. അവിടെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സന്ധ്യയായി ഉഷസായി 2-ാം ദിവസം. इस तरह हम लोग वाक्य 1 का 31 तक पढ़ेंगे तो 6 दिन इस तरह ऐसा ही हुआ. അങ്ങനെ 31-ാമത്തെ വാക്യം വരെ വായിച്ചാൽ 6 ദിവസവും സന്ധ്യയായി ഉഷസായി എന്നാണ് പറയുന്നത്. हाँ, लेकिन 7वां दिन का खासियत क्या है? उत्पत्ति का पुस्तक 2 में हम पढ़ते हैं. എന്നാൽ 7-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? वहां पर हम 32:2 വായിച്ചാൽ वहां पर हम देखते कि वहां पर प्रभु ने उस समय में क्या किया. वो दिन जो 7वां दिन था, प्रभु ने अपने सारे कामों से विश्राम किया. 7वां दिन विश्राम किया. ഇവിടെ നമ്മൾ വായിക്കുന്നത് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി എന്ന് വെച്ചാൽ ദൈവം വിശ്രമിച്ചു 7-ാം ദിവസം എന്നാണ്. इसीलिए 7वां दिन विश्राम का दिन कहा गया है. അതുകൊണ്ടാണ് 7-ാം ദിവസം വിശ്രമ ദിവസം എന്ന് പറയപ്പെടുന്നത്. लेकिन बाकी के 6 दिन में किधर भी विश्राम करने का समय बोला नहीं है, क्योंकि बाकी का 6 दिन वर्किंग डे, काम करने वाला समय है. എന്നാൽ ബാക്കി 6 ദിവസവും വിശ്രമ ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, കാരണം ആ 6 ദിവസവും ജോലി ചെയ്യുന്ന ദിവസങ്ങളാണ്. उधर किधर भी विश्राम के बारे में कुछ भी लिखा नहीं है. डायरेक्टली 7वां दिन विश्राम का दिन बोला गया है. അവിടെ എവിടെയും വിശ്രമ ദിവസം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, കാരണം 6 ദിവസവും ജോലി ചെയ്യുന്ന ദിവസവും 7-ാം ദിവസം മാത്രമാണ് വിശ്രമിക്കാൻ ദൈവം അനുവദിക്കുന്നത്. तो ये है इसलिए जैसा परमेश्वर ने उनको समय दिया, उस रीति से यहूदी लोग समय को मानते हैं. ഏത് രീതിയിലാണോ ദൈവം സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് യഹൂദന്മാരുടെ രീതി പ്രകാരവും സമയം അവരെ കാണുന്നത്. अभी ये टाइमलाइन को यहाँ पर है यहूदियों का दिन को अगर हम देखेंगे तो ഇവിടെയാണ് യഹൂദന്മാരുടെ ദിവസത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ हम लोग संडे मंडे ट्यूसडे बोलते हैं और रविवार सोमवार मंगलवार बोलते हैं. നമ്മൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഒക്കെ പറയുമ്പോൾ लेकिन यहूदी लोग संडे को पहला दिन, मंडे को दूसरा दिन, ट्यूसडे को तीसरा दिन, इस तरह बोलते हैं. എന്നാൽ യഹൂദന്മാര് ഞായറാഴ്ച 1-ാം ദിവസം, തിങ്കളാഴ്ച 2-ാം ദിവസം, ചൊവ്വാഴ്ച 3-ാം ദിവസം അങ്ങനെയാണ് അവർ പോകുന്നത്. और इसमें से एक खास दिन जब देखते हैं, फ्राइडे को जो है शुक्रवार है, वो उनका तैयारी का दिन है. എന്നാൽ വെള്ളിയാഴ്ച നമ്മൾ നോക്കിയാൽ അവരുടെ ഒരുക്ക ദിവസമായിട്ട് കാണപ്പെടുന്നു. ये इस तैयारी का दिन के बारे में हम आगे देखेंगे. ഈ ഒരുക്ക ദിവസത്തെ കുറിച്ച് നമുക്ക് മുന്നിൽ നോക്കാം. और शनिवार जो है शब्बत, जो है विश्राम का दिन. 7-ാമത്തെ ദിവസം വിശ്രമ ദിവസം ശബ്ബത്ത്. हाँ, तो ये है यहूदियों की इस रीति से उन लोग अपना दिन और समय को मानते हैं. ഈ രീതിയിലാണ് അവരുടെ സമയത്തിന്റെ രീതി അവർ അംഗീകരിക്കുന്നത്. यहाँ पर अगर हम देखेंगे तो ये है यहूदियों का टाइमलाइन करके सही तो हम बोल सकते हैं कि किस तरह यहूदी और अन्य जाति का टाइम कैसा पैरेलली जाता है करके हम देखते हैं. ജാതികളും യഹൂദന്മാരും ഏത് രീതിയിലാണ് സമയത്തെ നോക്കുന്നത് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാം. देखो जेंटाइल टाइम यानी अन्य जाति का टाइम, उनका एक दिन कभी शुरू होता है दोपहर का रात का 12 बजे से लेकर अगला दिन का और शाम का रात का 11:59 तक. ജാതികളുടെ സമയം നമ്മൾ നോക്കിയാൽ വെളുപ്പിനെ 12 മണി തൊട്ട് രാത്രി 11:59 വരെയാണ് അവരുടെ ഒരു ദിവസം. ये है हमारा दिन जो हम लोग कैलकुलेट करते हैं. ഇതാണ് നമ്മുടെ സമയപ്രകാരം നമ്മൾ കണക്കാക്കപ്പെടുന്നത്. लेकिन और यहूदी लोग कैसा टाइम देखते हैं? എന്നാൽ യഹൂദന്മാർ എങ്ങനെയാണ് സമയത്തെ നോക്കുന്നത്? उनका एक दिन बोला तो शाम का 6 बजे से लेकर अगले दिन का शाम का 5:59 तक. അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി തൊട്ട് പിറ്റേന്ന് വൈകുന്നേരം 5:59 വരെയാണ്. हमें ये टाइमलाइन अच्छी तरह से याद रखना चाहिए, तो ही हमको पढ़ने को समझ में बाकी का बातें समझ में आएगा. ഈ ഒരു സമയപ്രകാരം നമുക്ക് നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. और आगे से एक और माइंडसेट रखना है कि हम लोग यहूदियों का समय के हिसाब से जा रहे हैं, हमारा समय के हिसाब से नहीं. പിന്നെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ യഹൂദന്മാരുടെ സമയപ്രകാരമാണ് ഇനി മുന്നോട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. हाँ, तो यानी कि यहूदी जो समय बोलते हैं वही समय हमें मानकर चलना है. इसमें हमारा समय अगर मिक्स करेगा तो गड़बड़ होएगा. യഹൂദന്മാർ ഏത് സമയമാണോ നോക്കുന്നത് ആ സമയപ്രകാരമാണ് നമ്മൾ ഇനിയുള്ള ചിന്ത നമുക്ക് ചിന്തിക്കേണ്ടത്. നമ്മുടെ സമയം നമ്മൾ കൂട്ടിക്കലർത്തുമ്പോൾ
അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. अगला विषय हम देखते हैं जो दूसरा विषय है जो हमें समझना है वो है यहूदियों का पर्व. ഇനി രണ്ടാമത്തെ വിഷയം അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നത് യഹൂദന്മാരുടെ ഉത്സവം. हमें यहूदियों के पर्व के बारे में अच्छी तरह से मालूम है. लेवियों का पुस्तक 23वां अध्याय पढ़ेंगे तो 7 पर्व के बारे में हम वहां पर देखते हैं. ലേവി പുസ്തകം നമ്മൾ വായിച്ചാൽ 7 ഉത്സവത്തെ കുറിച്ച്, യഹോവയുടെ 7 ഉത്സവത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാം. लेकिन हमारा आज का केंद्र विषय में जो मेन विषय जो लेवी जो उत्सव के बारे में पढ़ना है वो है फिसोन का उत्सव और है अखमीरी रोटी का पर्व. പെസഹ ദിവസവും ഉത്സവം, പെസഹയുടെ ഉത്സവവും പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം. ये 2 उत्सव है जो हमारे माइंड में हमें अभी स्टडी के लिए हमें देखना है. ഈ രണ്ട് ഉത്സവത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ പഠനത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. हमें देखते हैं उसके लिए क्योंकि वहां पर वो उत्सव के समय में प्रभु ने प्रभु का मेज स्थापना किया था. ഈ ഒരു സമയത്താണ് ദൈവം തന്റെ മേശ സ്ഥാപിക്കുന്നത്. यानी कि प्रभु पकड़वाए जाने का रात के विषय का समय में तब एक बहुत बड़ा उत्सव चल रहा था. കർത്താവിനെ പിടിക്കുന്ന ആ രാത്രിയിലാണ് വലിയൊരു ഉത്സവം അവിടെ നടക്കുന്നത്. वहां पर हम मत्ती का पुस्तक 26 का 17 में पढ़ेंगे तो മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, अखमीरी रोटी के पर्व के पहले दिन चेले यीशु के पास आकर पूछने लगे, तू कहाँ चाहता है कि हम तेरे लिए फसह खाने की तैयारी करें? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. हाँ, तो उस दिन जब ये यहाँ पर ये जगह तैयार करने के बाद था प्रभु अपना चेलों के साथ बैठकर प्रभु में स्थापना करने वाला है. എവിടാണ് ഈ സ്ഥലം ഒരുക്കുന്നതെന്ന് ഈ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കൂടെ ഇവിടെ മേശ ഒരുക്കുന്നത്. हाँ, तो ये हम लोग को ये पूरा स्टोरी मालूम है, इसलिए मैं सब विषय में नहीं जा रहा. मैं सिर्फ टॉपिक पर ही मैं बना रहना चाहता हूँ. ഈ ഒരു സംഭവം നമ്മൾക്കറിയാം. ഞാൻ ഇതിൽ ആഴമായിട്ട് പോകുന്നില്ല. നമ്മുടെ വിഷയത്തിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. हाँ, और यही बात हम लोग मरकोस का 14 का 12 में भी हम देखते हैं, लूका 22 का 7 में भी हम देखते हैं. ഈ विषയം തന്നെയാണ് നമ്മൾ മർക്കോസ് 14:12 ലൂക്കോസ് 22:7 നമ്മൾ വായിക്കുന്നത്. वहां पर हम देखते हैं कि अखमीरी रोटी का पहले पर्व के पहले दिन में उन लोग चेले लोग प्रभु को पूछने लगे कि फसह का मेमना को कहाँ पर हमें वो उत्सव को कहाँ मनाना है. ഈ പുളിപ്പില്ലാത്ത അപ്പം ആചരിക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് ഇതേ ചോദ്യം തന്നെ എവിടെ നമ്മൾക്ക് ഈ ഒരു സ്ഥലം കിട്ടും എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് മർക്കോസിലും ലൂക്കോസിലും നമുക്ക് കാണാൻ കഴിയും. अगर आप लोग इस विषय में और स्टडी वाक्य समझना है तो आप ये वाक्यों का अध्याय को पूरा पढ़ लेंगे तो आपको आइडिया मिल जाएगा. ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അധ്യായം വായിച്ചാൽ ശരിക്കും മനസ്സിലാക്കാവുന്നതാണ്. हाँ, तो ये यहाँ पर देखो, ये अभी चित्र में अगर हम देखते समय में यहाँ पर जो गुरुवार का दिन है, हमने जेंटाइल टाइम और यहूदियों का जो कैलेंडर है 5वां दिन, उस दिन था प्रभु का रात उस समय का मेज जो स्थापना हुआ था. അപ്പം വ്യാഴാഴ്ച എന്ന ദിവസത്തിലാണ്, അതായത് യേശു കർത്താവ് തന്റെ മേശ സ്ഥാപിക്കുന്നത്. हाँ, तो ये 5वां दिन हमें याद रखना है, 5th डे. ഈ 5-ാമത്തെ ദിവസം നമ്മൾ ഓർത്തിരിക്കണം. ये 5th डे अभी ऐसे जेबू तुम कैसे बोल सकते हो कि यहाँ पर तो ऐसा कोई डे बोला नहीं है, लेकिन आप कैसा डायरेक्टली बोल सकते हो कि 5th डे में ही वो लोग ने मेज स्थापना किया करके. എങ്ങനാ സഹോദര 5-ാമത്തെ ദിവസം തന്നെയാണ് മേശ സ്ഥാപിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത് എന്ന് അനേകർ ചോദിച്ചേക്കാം. उसके लिए हमें अगला विषय समझना जरूरी है, उसके साथ पैरेलली जाने वाला. അതിനുവേണ്ടി നമുക്ക് അടുത്ത വിഷയം കൂടി ഇതിന്റെ കൂടെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. हाँ, उसी के साथ साथ हम देखते हैं अभी ये नया चित्र में हम देखते हैं यही समय पर प्रभु यीशु मसीह को क्रूस में भी चढ़ाया गया था. यानी कि 5वां दिन में 3rd आवर एंड 9th आवर के बीच में था प्रभु को क्रूस में टकाया था. ഈ ഒരു ദിവസം തന്നെ 5-ാമത്തെ ദിവസം തന്നെ 3-ാം മണി നേരം തൊട്ട് 9-ാം മണി നേരം വരെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നത്. अभी मैं क्यों ऐसा हो सकता है करके वो बात को हम देखने जा रहे हैं. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നു. वो है तीसरा विषय जो है तैयारी का दिन. അതാണ് 3-ാമത്തെ ഒരുക്ക ദിവസം നമ്മളിവിടെ കാണുന്നത്. ये तैयारी का दिन जब हम लोग पढ़ेंगे हम लोग को इजीली समझ में आएगा प्रभु कौन सा दिन क्रूस में टंगा था. ഈ ഒരുക്കത്തിന്റെ ദിവസം നമ്മൾ ശരിക്കും നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. हाँ, यहाँ पर देखो अभी मरकोस का पुस्तक 15 का 42 जब पढ़ते समय में മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ वहां पर देखो, यहाँ पर हिंदी में अंग्रेज जब सांझ हो गई, यानी कि जब when the evening had come,
ഇവിടെ 42ാമത്തെ വാക്യത്തിൽ വൈകുന്നേരമായപ്പോൾ, ये इवनिंग मतलब क्या है? വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എന്താണ്? ये है एक नया इवनिंग मतलब शाम का समय, यानी कि यहाँ पर एक नया दिन शुरू हुआ. ഇവിടെ യഹൂദന്മാരുടെ ചട്ടപ്രകാരം ഇതൊരു പുതിയ ദിവസത്തിന്റെ ഒരു തുടക്കമാണ്. यहाँ पर नेक्स्ट डे शुरू हो, अगला दिन इधर से शुरू हो रहा है. ഈ ഒരു ദിവസം തൊട്ടാണ് അവരുടെ പുതിയൊരു ദിവസത്തിന്റെ തുടക്കം. उस दिन क्या था? ആ ദിവസം എന്തായിരുന്നു? वहां पर तैयारी का दिन था. അതവിടെ ഒരുക്ക നാൾ എന്ന് നമ്മൾ വായിക്കുന്നു. अब तैयारी दिन का खासियत क्या है? ഈ ഒരുക്കനാളിന്റെ പ്രത്യേകത എന്താണ്? ये शब्द का एक दिन का पहले का दिन है. ഇത് ശബത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ്. नहीं, एक दिन पहला, वन डे बिफोर. ശബത്തിന്റെ ഒരു ദിവസം മുമ്പത്തെ ദിവസമാണ്. हम लोग ने चार्ट में अगर आपको देखा, शब्द मतलब कौन सा दिन है आप लोग को याद रहेगा ना? ശബത്ത് എന്ന് പറയുന്നത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? यहूदी का कैलेंडर के हिसाब से 7वां दिन. യഹൂദന്മാരുടെ ചട്ടപ്രകാരം അത് 7ാമത്തെ ദിവസം. यानी कि हमारा ट्रांसलेशन जब करेंगे तो वो शनिवार होता है, सैटरडे होता है. എന്നാൽ നമ്മുടെ തർജ്ജമയിൽ അത് ചെയ്താൽ അത് ശനിയാഴ്ച ദിവസം. और उसको क्या करना है? उसको जब हम उसका एक दिन पहले है तैयारी का दिन. അതിന്റെ ഒരു ദിവസം മുമ്പാണ് ഒരുക്കനാൾ, फ्राइडे. വെള്ളിയാഴ്ച. और वो फ्राइडे को तैयारी का दिन था. ആ വെള്ളിയാഴ്ച ഒരുക്കനാളാണ്. वो फ्राइडे के दिन शाम हुआ तो तभी वहां पर हम देखते तैयारी का दिन करके मरकोस 15:42 में अभी हमने पढ़ा. 15:42 നമ്മളിപ്പോ വായിച്ചതേ ഉള്ളൂ. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ. और वही बात യോഹന്നാ 19:31 में भी अगर हम पढ़ेंगे तो ഈ കാര്യം തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 31ാമത്തെ വാക്യം വായിച്ചാൽ, और इसलिए कि वो तैयारी का दिन था, यहूदियों ने पिलातुस से विनती की कि उनकी टांगे तोड़ दी जाए और वे उतारे जाए, ताकि सबके दिन वे क्रूसों पर न रहे, क्योंकि वह सब्त का दिन बड़ा दिन था. देखो शब्द, ये तैयारी का दिन जब आ गया तब क्या हो गया? उस समय में यहूदी लोग नहीं चाहते थे कि लाशें वहां पर क्रूस में टंगा रहे. ഇവിടെ നമ്മൾ വായിക്കുന്നത് 31ാമത്തെ വാക്യത്തിൽ, അന്ന് ഒരുക്കനാൾ ആ ശബത്ത് നാൾ വലിയതും ആയതുകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ ഒടിച്ചെടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. देखो तैयारी का दिन क्या होता है? नॉर्मल, दो प्रकार का तैयारी का दिन है. एक नॉर्मल डे में तैयारी का दिन है और एक है हाई डे, शब्द का हाई डे का तैयारी का दिन है. ഒരുക്കനാൾ എന്ന് പറയുന്നത് രണ്ടായിട്ട് അവർ വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് സാധാരണ ഒരുക്കനാളും പിന്നെ ശബത്തിൽ അവർ ആചരിക്കുന്ന ഒരുക്കനാളും. हाई डे का वीक में शब्द जब आएगा, उस दिन का प्रिपरेशन डे बोले तो बहुत बड़ा प्रिपरेशन डे रहता है. ആ ഒരു ദിവസം ഒരുക്കനാളിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോഴും ആ ശബത്തിന്റെ ആ ഒരു ഊർജ്ജതയിലേക്ക് അവർ എത്തുമ്പോൾ അത് വലിയൊരു ഉത്സവമായിട്ട് അവർ ആചരിക്കുന്നു. മലയാളം പിന്നെ വായിക്കാവോ? 31. അന്നൊരുക്കനാൾ ആ ശബത്ത് നാൾ വലിയതുമാകുകൊണ്ട്. बस देखो उधर वो शब्द हाई डे करके लिखा है, वो बड़ा शब्द है. ऐसा क्यों लिखा है ऐसा? അവിടെ എന്താണ് അങ്ങനെ ആ ശബത്ത് നാൾ വലിയത് എന്ന് പറയുന്നിരിക്കുന്നത്? क्योंकि वो हफ्ता फसोन का उत्सव चल रहा था. കാരണം ആ ദിവസം ഫിസോൻ പെസഹ ഉത്സവമായിരുന്നു. उतना ही नहीं, पेसहा का भी उत्सव था और अखमीरी रोटी का उत्सव था. പെസഹ ഉത്സവവും പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവമായിരുന്നു. जिस हफ्ता अभी हम लोग बाइबल में अगर हम पढ़ेंगे तो लेवी का पुस्तक में हम देखते हैं उसका 23 अध्याय में और एक्सोडस का पुस्तक में भी, जब भी वो लोग फसह का उत्सव मनाते समय में उसको 1 वीक उनको कंटिन्यू वो वीक को उन लोगों को उत्सव मनाना पड़ता है. എന്നാൽ അവർ ഇങ്ങനെ ഉത്സവം ആചരിക്കുമ്പോഴും ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകത്തിലൊക്കെയും ഒരാഴ്ചയാണ് അവർ ആ ഉത്സവം ആചരിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. ये उत्सव में जब सैटरडे आएगा, ആ ഉത്സവത്തിൽ ശബത്ത് വരുമ്പോൾ, അതായത് ശനിയാഴ്ച വരുമ്പോൾ, यानी कि जो शब्द आएगा वो शब्द साधारण शब्द नहीं है, वो हाई डे शब्द है, वो बड़ा शब्द है. അത് ഒരു സാധാരണ ശബത്തല്ല, എന്നാൽ അത് വലിയൊരു ശബത്താണെന്ന് പറയുന്നു. और बड़ा शब्द में क्या होता है? ആ വലിയ ശബത്തിൽ എന്താണ് സംഭവിക്കുന്നത്? लोग दूर दूर से आते हैं. ആൾക്കാര് ദൂരത്ത് നിന്ന് വരുന്നു. हम लोग एक विषय के लिए अगर हम पढ़ेंगे जॉन चैप्टर 11 वर्स 55 में, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യം, वहां पर उस दिन जब महा उत्सव का समय था तो एक बहुत बड़ा भीड़ पहले से आया था करके हम वहां पर हम देखते हैं. അവിടെ വലിയൊരു ആൾ സമൂഹം മുമ്പേ തന്നെ വന്നിരുന്നു നാട്ടിൽ നിന്ന് എന്ന് അവിടെ 55-ാമത്തെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. 55 पढ़ेंगे हिंदी में.
और यहूदियों का फसह निकट था और बहुत ही लोग फसह से पहले देहात से यरूशलेम को गए कि अपने आप को शुद्ध करें. हाँ वो आप पढ़े हिंदी मलयाളത്തിൽ വായിച്ചോ. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കാൻ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. देखो दूर दूर से लोग आ रहे हैं उस समय का फसह को उत्सव को मनाने के लिए. ആ പെസഹ പെരുന്നാൾ ആചരിക്കാൻ വേണ്ടി ദൂരത്ത് നിന്നാണ് ആൾക്കാർ അവിടെ യെരുശലേമിൽ വരുന്നത്. और उतना ही नहीं, അത്ര മാത്രമല്ല वो ये फसह का खासियत क्या है, ये शब्बत का खासियत क्या है, ये बड़ा शब्बत का दिन भी है. ഈ ഒരു ശബത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ശബത്ത് വലിയൊരു ശബത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. हाँ वो हमने जॉन 19 में और मार्क 15 का 42 में भी पढ़ता है. ഈ കാര്യം തന്നെ യോഹന്നാന്റെ സുവിശേഷം 19:31 മർക്കോസ് 15:42 നമ്മൾ വായിച്ചു. और उस समय में यहूदी लोग का अधिकारी लोग डर गए क्योंकि कोई भी लाश वहां पर नहीं रहना चाहिए, क्योंकि अशुद्ध हो जाएगा, जगह अशुद्ध हो जाएगा और फिर उनको शब्बत मनाने को नहीं हो पाएगा. ആ സമയത്ത് അധികാരികൾ പോലും പേടിച്ചു പോയി. കാരണം ശബത്ത് ദിവസം ശരീരങ്ങൾ ക്രൂശിൽ കിടക്കുന്നത് വിഹിതമല്ലാത്തത് കൊണ്ട് ആ ഒരു ശബത്ത് ദിവസം അശുദ്ധമായി തീരും. അവര് ആ ശരീരത്തെ എങ്ങനെയെങ്കിലും എടുക്കണം എന്നവര് വിചാരിച്ചു. अभी हम लोग यीशु का मृत्यु का, यीशु जो क्रूस में मरा और तैयारी का दिन में क्या संबंध है, क्या कनेक्शन क्या है, वो हम देखेंगे. അപ്പൊ യേശു കർത്താവ് മരിച്ചതും ഒരുക്കനാളിന്റെയും അതിന്റെ തമ്മിലുള്ള എന്താണ് ബന്ധം എന്ന് നമുക്കിപ്പം കാണാം. बहुत गहरा कनेक्शन है, तो ही हम लोग को क्रूस का विशेषता, वो दिन का विशेषता समझ में आएगा. വളരെ ആഴമായ ബന്ധം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്രൂശിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. हम लोग मरकोस का पुस्तक 15 का 25 पढ़ेंगे तो മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചാൽ वहां पर हम देखते हैं कि पहर दिन चढ़ा, यानी कि वो थर्ड आवर में उसको जब चढ़ाते समय में यीशु को क्रूस में चढ़ाया, जो सवेरे 9 बजे को चढ़ाया था. 3-ാം മണി നേരത്താണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് കയറ്റിയത്. അത് രാവിലെ 9 മണി നേരം, 9 മണി നമ്മുടെ ഇന്ത്യ സമയപ്രകാരം. और वही मरकोस 15 का 34 में जब पढ़ते समय में ഈ കാര്യം തന്നെ നമ്മൾ മർക്കോസ് 15:34 വായിക്കുമ്പോൾ जब तीसरा पहर हुआ, यानी कि 9th आवर में यीशु ने जोर से चिल्लाया. 9-ാം മണി നേരത്ത് യേശു और उसी वही 15:37 में पढ़ते समय में वही 9th आवर के आसपास में यीशु मसीह ने जोर से चिल्लाकर अपना आखिरी श्वास लिया, यानी कि प्राण को छोड़ दिया. അതുപോലെ 37-ാമത്തെ വാക്യത്തിൽ യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്ന് നമുക്ക് കാണും. ये वही 9th आवर के आसपास में ही होने वाला बात है. ഏകദേശം 9-ാം മണി നേരത്തില് അതിന്റെ അടുത്ത് നടക്കുന്ന സംഭവമാണിത്. यानी कि मतलब क्या, यीशु मसीह को जब क्रूस पे चढ़ाया तो हमारा टाइम के हिसाब से सवेरे 9 बजे को चढ़ाया था और लगभग दोपहर को 3 बजे का यीशु को मृत्यु हुआ. അത് നമ്മളിത് നമ്മുടെ ഇന്ത്യ സമയപ്രകാരം ചിന്തിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രാവിലെ 9 മണിക്ക് ക്രൂശിച്ചു. എന്നാൽ 9 മണി തൊട്ട് 3 മണി വരെ 6 മണിക്കൂർ കർത്താവ് ക്രൂശിൽ കിടന്നതായി നമ്മൾ കാണുന്നു. लेकिन हमने पहला उसके थोड़ी देर पहले प्रिपरेशन डे में क्या पढ़ा था? എന്നാൽ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒരുക്കനാളിൽ എന്താണ് നമ്മൾ വായിച്ചത്? जब संध्या हुआ, यानी कि जब प्रभु को क्रूस में चढ़ाने के बाद शाम हो गया, संध्या हो गया. എന്നാൽ വൈകുന്നേരമായി എന്നാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിച്ചപ്പോൾ വൈകുന്നേരമായി എന്നാണ് നമ്മൾ അവിടെ കണ്ടത്. तो यानी कि क्या, मतलब अगला दिन हो गया. मतलब അതിന്റെ അർത്ഥം പുതിയൊരു ദിവസത്തിന്റെ തുടക്കമായി. वो नया दिन का टाइमिंग क्या है? शाम का 6 बजे को. ആ പുതിയ ദിവസത്തിന്റെ തുടക്കത്തിന്റെ ആ സമയം എന്താണ്? വൈകുന്നേരം 6 മണി. लेकिन यीशु मसीह क्रूस में मरा कभी दोपहर को 3 बजे. എന്നാൽ കർത്താവ് എപ്പോഴാണ് മരിച്ചത്? ക്രൂശിൽ ഉച്ച സമയം 3 മണി. और वो 3 बजे से लेकर और 6 बजे के बीच में जो 3 घंटे का गैप में क्या हो गया? अगला दिन आ गया. 3 घंटे के बाद अगला दिन आया. ഈ ഉച്ച സമയം 3 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ആ 3 മണിക്കൂറിന്റെ സമയം കഴിഞ്ഞപ്പോൾ പുതിയൊരു ദിവസം വന്നു. यही बात हम लोग मती का पुस्तक में भी और मरकोस का पुस्तक में भी ये बातों को हम टाइमलाइन को देख सकते हैं. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും നമ്മൾ അതിന്റെ സമയപ്രകാരം നമ്മൾ ഇപ്പോൾ കണ്ടത്. ये रेफरेंस आप लोग को इसके लिए मैं दिया है ताकि आप लोग खुद स्टडी करके आप लोग देख सकते हैं. ഈ റെഫറൻസ് ഞാൻ തന്നത് തന്നെ നിങ്ങൾ ഇതിനെ പിന്നീട് നിങ്ങൾക്ക് അത് നല്ലതായിട്ട് ചിന്തിക്കാൻ ഉപയോഗപ്പെടും. और फिर हम यही बात हम लोग उसका मरकोस का पुस्तक 15 का 42 में देखो. नाउ व्हेन द इवनिंग हैड कम, यानी कि न्यू डे शुरू हो गया. അവിടെ 15:42 വായിക്കുമ്പോൾ വൈകുന്നേരമായപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ദിവസം അവർ തുടങ്ങിയപ്പോൾ, क्योंकि वो शब्बत का दिन था, यानी तैयारी का दिन था उन लोग, और उसके एक दिन बाद शब्बत है. അത് ശബ്ബത്തിന്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട്
हाँ, तो ये कभी का बात चल रहा है? थर्सडे को दोपहर का टाइम, थर्सडे शाम का बात है ये। ഇത് എപ്പോഴത്തെ സമയമാണ് ഇവര് പറയുന്നത്? ഇവര് വ്യാഴാഴ്ച വൈകുന്നേരത്തെ സമയമാണിത്. यानी कि 5th डे का बात चल रहा है. അഞ്ചാമത്തെ ദിവസത്തെ സമയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. हाँ, यहाँ पर अभी आप ये टाइमलाइन को देखो, यहूदियों का टाइमलाइन देखना. യഹൂദന്മാരുടെ സമയം നമ്മൾ നോക്കും. अभी तक हम लोग ने जितना वाक्य पढ़ा है, നമ്മൾ ഇത്രയും നമ്മൾ വചനം നമ്മൾ ചിന്തിച്ചത്, ये टाइमलाइन को अगर हम देखेंगे तो ഈ ഒരു സമയത്തെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, वो जब थर्सडे का दिन यानी कि 5th डे है, അഞ്ചാമത്തെ ദിവസം വ്യാഴാഴ്ച, ये 5th डे में यीशु मसीह को क्रूस में सवेरे 9 बजे को टंगाया था. രാവിലെ 9 മണിക്കാണ് വ്യാഴാഴ്ച കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. और वो 3 बजे तक प्रभु क्रूस में, 3 बजे के आसपास प्रभु मर गया. 3 മണിക്ക്, ഏകദേശം 3 മണി ആയപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പ്രാണൻ വിട്ടു. फिर हमने पिछले स्लाइड में हमने क्या देखा कि जब शाम हो गया, ഇതിന്റെ മുൻപിലത്തെ സ്ലൈഡിൽ നമ്മൾ എന്താണ് കണ്ടത്? വൈകുന്നേരമായപ്പോൾ, यानी कि 6 बज गया, नया दिन हो गया. പുതിയൊരു ദിവസത്തിന്റെ തുടക്കമായപ്പോൾ, 6 മണി ആയപ്പോൾ. हाँ, वो नया दिन का खासियत क्या है? ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? वो नया दिन का खासियत ये है कि वो तैयारी का दिन है. ആ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ അത് ഒരുക്കനാളാണ്. हाँ, वो तैयारी, तो तैयारी का दिन में लास्ट क्रूस में लटका रहना उन लोगों को पसंद नहीं था. अशुद्ध लोग अशुद्ध हो जाएंगे. ആ ഒരുക്കനാളിൽ ശരീരങ്ങൾ ക്രൂശിൽ ഇരിക്കുന്നത് അല്ലാത്തത് കൊണ്ട് അവര് ആ ശരീരങ്ങൾ അങ്ങനെ ക്രൂശിൽ വെക്കാറില്ല. കാരണം അത് വലിയൊരു ഒരുക്കനാളാണ്. हाँ, तो वो तैयारी के दिन वो लोग क्या किए? अगला दिन शब्बत आ रहा है, वो बात को देखकर वो लोग ने क्या किया? वो लोग जल्दी से पिलातुस के पास जाकर वो लोग ने ऑर्डर लिया कि लोगों का पैर तोड़कर, अपराधियों का पैर तोड़ा जाए ताकि वो लोग मर जाए और उन लोगों को गाड़ दिया जाए. എന്നാൽ ഈ ഒരുക്കനാളിന്റെ അടുത്ത ദിവസം തന്നെ ശബ്ബത്ത് ദിവസം ആയതുകൊണ്ട് ശരീരങ്ങൾ ഈ ക്രൂശിൽ കിടക്കുന്ന വിഹിതമല്ല എന്ന് അധികാരികൾ മനസ്സിലാക്കിയപ്പോൾ അവർ വേഗം തന്നെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കുകയാണ്. ഈ ക്രൂശിൽ കിടക്കുന്നവരെ അവരുടെ കാല് ഒടിച്ചിട്ട് അവരുടെ കാലൊടിച്ചിട്ട് അവരെ കുഴിച്ചിടണമെന്ന് അവരെ അവിടെ അഭ്യർത്ഥിക്കുകയാണ് പീലാത്തോസിനോട്. तो वो लोग का पैर तोड़ने का जो डिस्कशन, वो कौन सा दिन चल रहा है? प्रिपरेशन का दिन में चल रहा है. ഈ ഒടിക്കണമെന്ന ഈ ചിന്ത തന്നെ നടക്കുന്നത് തന്നെ അവരുടെ ഇടയിൽ നടക്കുന്നത് തന്നെ ഒരുക്കനാളിലാണ്. बट यीशु कब मरा? എന്നാൽ യേശു എപ്പോഴാണ് മരിച്ചത്? वो 5वां दिन को ही दोपहर को 3 बजे मरा. അഞ്ചാമത്തെ ദിവസം തന്നെ 3 മണിക്ക് വൈകുന്നേരം തന്നെ മരിച്ചു. हम लोग प्रीवियस वाक्यों को अगर ध्यान से पढ़ेंगे तो उस बाइबल में क्लियरली लिखा है कि यीशु उस दिन 3 बजे, यानी कि तैयारी के एक दिन पहले प्रभु मरा. ഒരുക്കനാളിന്റെ ഒരു ദിവസം മുൻപേ തന്നെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചതായി നമുക്ക് വചനത്തിൽ കണ്ടു നമ്മൾ. हाँ, वो इसीलिए मैं कह रहा था कि यीशु मसीह जब मरा 5वां दिन में मरा. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു കർത്താവ് മരിച്ചത് അഞ്ചാമത്തെ ദിവസമാണ്. इसके लिए यहाँ पर देखो, मरकोस 15:42 में पढ़ते समय when evening had come, तभी शाम, यीशु मसीह क्रूस पर मरकर 3 बजे के बाद फिर जब 6 बज गया तभी नेक्स्ट डे आ गया, तैयारी का दिन आ गया. അതുകൊണ്ടാണ് അവിടെ 15:42 മർക്കോസിൽ വൈകുന്നേരമായപ്പോൾ ശബ്ബത്തിന്റെ തലേ നാളെ ഒരുക്കനാൾ എന്ന് അവിടെ പറയുന്നത്. കാരണം ആ ദിവസം കഴിയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു മരിച്ചതിന് ശേഷമുള്ള ദിവസം അത് ഒരുക്കനാളിന്റെ തുടക്ക ദിവസമാണ്. जॉन 19:31 में हम पढ़ते हैं, യോഹന്നാന്റെ സുവിശേഷം 19:31 വാക്യം. उधर क्या हो गया? അവിടെ എന്തായി? और इसलिए कि वो तैयारी का दिन था, यहूदियों ने पिलातुस से विनती की कि उनकी टांगे तोड़ दी जाए और वे उतारे जाए ताकि सबके दिन वे क्रूसों पर न रहे, ताकि वह सबका दिन बड़ा दिन था. क्यों? अभी देखो, ये उन लोग का डिस्कशन कब चल रहा है? तैयारी का दिन का डिस्कशन चल रहा है. ഈ ഒരു സംഭവം ഇവരുടെ ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ ഒരുക്കനാളിലാണ്. അന്ന് ഒരുക്കനാൾ ആ ശബ്ബത്ത് നാൾ വലിയതായതുകൊണ്ട് ശരീരങ്ങൾ ശബ്ബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ചിടിപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. लेकिन उसके पहले यीशु गुरुवार को 5वां दिन को मर चुका था, इसलिए यीशु का पैर नहीं तोड़ा. हम जानते हैं यीशु मसीह के बारे में भविष्यवाणी लिखा है कि कोई भी हड्डी नहीं टूटना चाहिए. ഇതിനു മുന്നേ തന്നെ ഈ ഒടിക്കാൻ വന്നതിന് മുമ്പേ തന്നെ കർത്താവ് യേശു ക്രിസ്തു തന്റെ പ്രാണൻ വിട്ടു. കാരണം പ്രവചനമാണ് കർത്താവിന്റെ ഒരു അസ്ഥി പോലും ഒടിയരുത് എന്ന്. हाँ, अब इसके साथ साथ हम लोग यीशु का बरियल का दिन को भी, गाड़ा जाने का विषय को भी अगर हम पढ़ेंगे तो നമുക്ക് അതിന്റെ ബറിയലിന്റെ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാൽ, अड़कन समय, അടക്ക സമയം ചിന്തിച്ചാൽ वो जॉन 19:41-42 पढ़ेंगे. 19:41-42 उस स्थान पर जहां यीशु क्रूस पर चढ़ाया गया था
एक बारी थी और उस बारी में एक नई कब्र थी जिसमें कभी कोई न रखा गया था। सो यहूदियों की तैयारी के दिन के कारण उन्होंने यीशु को उसी में रखा क्योंकि वो कब्र निकट था। देखो वो तैयारी का दिन में ही यीशु को गाड़ दिया था। ഒരുക്ക നാളിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനെ അവിടെ ആ കല്ലറയിൽ വെച്ചതായിട്ട് നമ്മൾ കാണുന്നു. 40 വാക്യം. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. तो अभी अगर हम सीक्वेंस को अगर हम स्टडी करेंगे तो നമ്മൾ ഇനി ഒരു സീക്വൻസിൽ നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ यीशु मसीह को क्रूस में चढ़ाया था 5वां दिन, യേശു കർത്താവിനെ ക്രൂശിലാക്കിയത് 5-ാമത്തെ ദിവസം. वही 5वां दिन वो मर गया. ആ 5-ാമത്തെ ദിവസത്തിൽ തന്നെ കർത്താവ് മരിച്ചു. लेकिन 6वां दिन यानी कि तैयारी का दिन था, यीशु मसीह को क्रूस से निकाल कर गाड़ा गया था. എന്നാൽ പുതിയൊരു ദിവസത്തിന്റെ തുടക്കം, അതായത് ഒരുക്ക നാളിൽ കർത്താവിന്റെ ശരീരം ക്രൂശിൽ നിന്നും എടുത്തിട്ട് ആ കല്ലറയിൽ വെച്ചതായിട്ട് നമ്മൾ കണ്ടു. लेकिन हमारा माइंड में हमें वो 5वां दिन याद रखना है. गुरुवार जो थर्सडे है वो दिन है, हमें याद करना है, क्योंकि जिस दिन यीशु मरा वो है रियल डेथ का डे. എന്നാൽ യേശു കർത്താവ് എന്നാണ് മരിച്ചത്, ആ ദിവസമാണ് യഥാർത്ഥമായിട്ട് മരിച്ച ദിവസമായിട്ട് നമ്മൾ കാണുന്നത്, അതായത് 5-ാമത്തെ ദിവസം. और फिर पुनरुत्थान को अगर हम देखेंगे तो എന്നാൽ പുനരുത്ഥാനം നമ്മൾ നോക്കിയാൽ यूहन्ना का पुस्तक 20:1 में യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, और लूक 24:1 में भी पढ़ेंगे तो वो हफ्ते का पहला दिन था. അത് ലൂക്കോസ് 24:1 വായിച്ചാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, यानी कि रविवार, संडे. എന്നാൽ അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. ये दिन था यीशु मसीह का पुनरुत्थान हुआ. ആ ദിവസമാണ് കർത്താവ് യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചത്. तो इतना अभी हम लोग पढ़ते समय में हम देखते हैं थर्सडे को प्रभु मरा, फ्राइडे को वो गाड़ा गया और संडे को वो पुनरुत्थान हुआ. അങ്ങനെ നമ്മൾ നോക്കിയാൽ വ്യാഴാഴ്ച കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്നു, വെള്ളിയാഴ്ച അടക്കപ്പെടുന്നു, ഞായറാഴ്ച ഉയർക്കുന്നു. यहाँ पर ये स्टार्ट में अगर हम देखेंगे तो एकदम क्लियरली हमें मालूम पड़ता है. देखो वहां पर फ्राइडे को जो 5th डे था, 5वां दिन था, ये 5वां दिन के उन लोग को उन्होंने क्या किया था, मेज का स्थापना वहां पर शुरू हुआ था उस दिन रात को, 5th डे का नाइट में. 5-ാം ദിവസം രാത്രി തന്നെ അവിടെ മേശ സ്ഥാപിച്ചു കർത്താവ്. और उसी दिन वो रात को पकड़ा गया और हम क्या देखते हैं, उस दिन प्रभु को वही 5वां दिन का सवेरे 9 बजे को क्रूस में चढ़ाया. ആ രാത്രി തന്നെ കർത്താവിനെ പിടിക്കുകയും അങ്ങനെ ആ ഉഷസായപ്പോൾ തന്നെ കർത്താവിനെ ക്രൂശിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണും. और 3 बजे दोपहर को 3 बजे उसी दिन मर गया. ആ ദിവസം തന്നെ ഉച്ച സമയം 3 മണിയായപ്പോൾ കർത്താവ് മരിച്ചു. फिर क्या हुआ, അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? फिर शाम हुआ जब नया दिन आया, यानी कि 6 बज गया, പിന്നെ സന്ധ്യ ആയപ്പോൾ 6 മണിയായപ്പോൾ, यानी कि वो नया दिन हो गया, न्यू डे हो गया. അവർക്ക് പുതിയൊരു ദിവസമായി. उस दिन प्रिपरेशन का डे था. അന്ന് ഒരുക്കനാളായിരുന്നു. तो लोग डर गए क्योंकि प्रिपरेशन का दिन में कोई भी लास्ट टंगा नहीं रहना चाहिए, क्योंकि अगला दिन शबत आ रहा है. അവിടെ അധികാരികൾ പേടിച്ചു, കാരണം അടുത്ത ദിവസം ശബത്ത് ആയതുകൊണ്ട് ശരീരങ്ങൾ ക്രൂശിൽ കിടക്കുന്ന വിഹിതമല്ല. क्योंकि बहुत से यहूदी लोग बहुत समय से पहले से दूर दूर से यात्रा करके यरूशलेम की ओर आ रहे थे. वो लोग ये शव का देख लेंगे तो लोग अशुद्ध हो जाएंगे, वो जगह की ओर से चलने को नहीं होगा वो लोग. കാരണം ആ ദിവസം വലിയൊരു ശബത്ത് ആയതുകൊണ്ട് ആളുകൾ ദൂരത്ത് നിന്ന് യെരുശലേമിൽ അവർ വരികയായിരുന്നു. അപ്പോൾ ദൂരത്ത് നിന്ന് വരുമ്പോൾ അവർ ഈ ക്രൂശിൽ ഇങ്ങനെ ശരീരങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അവർ അശുദ്ധരാവും. वो रास्ते से जा नहीं सकते, लोग उधर का रास्ते से जा नहीं सकते, ആ ഒരു വഴിയിൽ കൂടി അവർക്ക് കടന്നു പോകാൻ പറ്റില്ല. क्योंकि वो रास्ते से उन लोगों को यरूशलेम की ओर जाने का है. കാരണം ആ വഴിയിൽ കൂടിയാണ് അവർ യെരുശലേമിലേക്ക് പോകുന്നത്. तो ये सब होने की वजह से वो लोग इसलिए जल्दी से लाशों को जो उधर उस क्रूस में मरे शरीरों को हटाना जरूरी था. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിന് മുൻപേ തന്നെ ക്രൂശിൽ കിടക്കുന്ന ശരീരങ്ങളെ മാറ്റി. और फिर हम देखते हैं कि हफ्ते का पहला दिन, फर्स्ट डे, പിന്നെ നമ്മൾ കാണുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. उसको वो भी एकदम सवेरे सवेरे वहां पर जब मरियम बाकी के बहन लोग जब वो लोग कब्र में गए तो कब्र का वो खुला हुआ दिखा. പിന്നെ അവിടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വെളുപ്പിനെ തന്നെ അവിടെ മറിയം പിന്നെ അങ്ങനത്തെ സഹോദരിമാര് അവിടെ ചെന്നപ്പോൾ ഈ ശവക്കല്ലറ ഇങ്ങനെ തുറന്നിട്ടതായിട്ട് അവർ കണ്ടു. इस तरह इससे हमें इतना तो अभी बेसिक अभी समझ में कॉमन सेंस है हमको समझने के लिए कि समझ चुके हैं कि प्रभु जब मरते समय में वो एक 5th डे को मारा, यानी कि यहूदियों के हिसाब से गुरुवार के दिन मारा. ഇങ്ങനെ ഇത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു 5-ാമത്തെ ദിവസമാണ് മരിക്കുകയുണ്ടായത്, 9 മണി നേരം തൊട്ട് 3 മണി നേരം വരെ.
अभी ये ऐसा बात चलते समय में जो एक सबसे बड़ा तर्क विषय जो होता है, ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വലിയൊരു വാഗ്വാദം ഉണ്ടാകുന്നത് यहाँ पर देखो जूश का टाइम के हिसाब से ये 5th डे है, യഹൂദന്മാരുടെ സമയപ്രകാരം ഇത് 5ാമത്തെ ദിവസമാണ്. लेकिन हमारा टाइम देखेगा तो वो फ्राइडे है एक्चुअली. നമ്മുടെ സമയപ്രകാരം അത് വെള്ളിയാഴ്ചയാണ്. तो फिर अब ये कैसा चलेगा? അതപ്പോ എങ്ങനെ നടക്കും? तो हम लोग कौन सा डेट मानना पड़ेगा? फ्राइडे को मानना पड़ेगा कि थर्सडे को मानना पड़ेगा? നമ്മൾ ഏത് ദിവസം നമ്മൾ അംഗീകരിക്കും? വ്യാഴമാണോ വെള്ളിയാണോ? प्रियो, हमें सबसे पहली बात, यीशु एक यहूदी व्यक्ति है. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, കർത്താവ് യേശുക്രിസ്തു യഹൂദനാണ്. वो यहूदी के स्थान पर वो मरा, യഹൂദന്മാരുടെ ഇടയിലാണ് മരിച്ചത്. यहूदियों के जगह पर मरा, तो मतलब यहूदियों का टाइमिंग ही हम लोग मानना चाहिए ना. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ മരിച്ചത് അവിടെ യഹൂദന്മാരുടെ സ്ഥലത്ത് മരിച്ചപ്പോൾ യഹൂദന്മാരുടെ സമയപ്രകാരമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? उदाहरण में मैं अगर सोचो, मैं इंडिया में फ्राइडे को मैं जन्म लिया, ഉദാഹരണത്തിൽ ഞാൻ ഇന്ത്യയില് ഫ്രൈഡേയില് ഞാൻ ജനിച്ചെങ്കിൽ मैं शुक्रवार फ्राइडे को जन्म ले रहा हूँ, लेकिन अमेरिका क्या है, इंडिया से 12 घंटे पीछे है. അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ജനിക്കുന്നതെങ്കിൽ അമേരിക്കയിൽ അതേ സമയം 12 മണിക്കൂർ മുൻപോട്ട് 12 മണിക്കൂർ അവർ പുറയിലാണ്. तो मैं जब इंडिया में फ्राइडे चलते रहेगा, अमेरिका में क्या है, तभी भी गुरुवार है, थर्सडे है. ഇന്ത്യയിൽ അത് വെള്ളിയാഴ്ച ആണെങ്കിൽ അത് അമേരിക്കയിൽ വ്യാഴാഴ്ചയാണ്. तो जेबू फ्राइडे को जन्म लिया करके इंडियंस बोलते समय में अमेरिकन लोग क्या बोलेंगे? नहीं नहीं, थर्सडे को जन्म लिया करके. ऐसा चलेगा क्या? അങ്ങനെ ജേബു വെള്ളിയാഴ്ച ജനിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അമേരിക്കയിലുള്ള ആൾക്കാർ പറയും അല്ല അല്ല വ്യാഴാഴ്ചയാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ ശരിയാവോ? कैसा? तो फिर कौन सा डे को मानना पड़ेगा? അങ്ങനെയാണെങ്കിൽ ഏത് ദിവസമാണ് നമ്മൾ അംഗീകരിക്കുന്നത്? देबू इंडियन होने की वजह से और इंडिया में पैदा हुआ, इसलिए इंडिया का टाइम फॉलो करेगा. ജേബു ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഇന്ത്യൻ ആയിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ സമയപ്രകാരമേ ആളുകൾ വിശ്വസിക്കൂ. लेकिन अगर मैं जेबू अगर अमेरिका में जन्म लिया होता तो अमेरिका का टाइम फॉलो करता, तभी थर्सडे रहता था. എന്നാൽ ജേബു അമേരിക്കയിൽ ജനിച്ചിരുന്നു എങ്കിൽ അമേരിക്ക സമയപ്രകാരം നമ്മൾ നോക്കിയാണ്. उसी तरह यीशु मसीह का जब मरते समय में वो यहूदियों का स्थान में है, यहूदियों का समय के हिसाब से वो 5th डे था, थर्सडे था वो. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ മരിക്കയാൽ കർത്താവ് യേശുക്രിസ്തു മരിച്ചത് 5ാമത്തെ ദിവസം ആണ് എന്ന് നമ്മൾ ഇവിടെ ഒപ്പം കണ്ടു. ये इसके लिए ये लोग तर्क करने आते हैं, लेकिन अभी क्या कर सकते हैं और किस तरह समझा सकते हैं उन लोगों को अभी? ആൾക്കാര് ഇത് തർക്കിക്കാൻ വേണ്ടി വരും, പക്ഷെ എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും? तो प्रभु का दया होगी, ये इस अर्थ से कम वो लोग समझ सकते हैं. ദൈവത്തിന്റെ വലിയ ദയയാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. मैं बस 2-3 मिनट में मैं खत्म कर रहा हूँ. ഞാൻ 2-3 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. और एक मूल्य विषय है जो हमें समझने के लिए, प्रभु का ये डेज को करेक्टली समझने के लिए, वो है साइन ऑफ जोना. യോനയുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ദിവസങ്ങളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് അറിയാൻ പറ്റും. वो मत्ती का पुस्तक 12 अध्याय उसका 39 और 40 पढ़ते समय में, മത്തായി സുവിശേഷം അതിന്റെ 12ാം അധ്യായം അതിന്റെ 39-40 വാക്യം വായിച്ചാൽ प्रभु वहां पर जोना यानी कि यूनुस का एक बहुत बड़ा चिन्ह प्रभु उन लोगों को दे रहा है. യോനയുടെ അടയാളം ഒരു വലിയ അടയാളമായിട്ട് കർത്താവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. वो क्या कहता है प्रभु वहां पर? ഇവിടെ എന്താണ് കർത്താവ് പറയുന്നത്? उसने उन्हें उत्तर दिया कि इस युग के बुरे और व्यभिचारी लोग चिन्ह ढूंढते हैं, परंतु यूनुस भविष्यद्वक्ता के चिन्ह को छोड़ कोई और चिन्ह उनको न दिया जाएगा. यूनुस 3 रात दिन जल जंतु के पेट में रहा, वैसे ही मनुष्य का पुत्र 3 रात दिन पृथ्वी के भीतर रहेगा. देखो वो मलयालम में 40 का वर्स पढ़ना, मलयालम में 40ാമത്തെ വാക്യം, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളറയിൽ ഇരിക്കും. मनुष्य का पुत्र 3 दिन और 3 रात पृथ्वी के भीतर रहेगा. 3 രാവും 3 പകലും മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളറയിൽ ഇരിക്കും. ये पृथ्वी का भीतर रहेगा, ये शब्द को समझना. ഈ ഭൂമിയുടെ ഉള്ളറ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ये पृथ्वी का भीतर कुछ लोग ट्रांसलेट करते हैं कि 3 दिन 3 रात उसको गाड़ा जाएगा करके बोला गया. 3 പകലും ഈ കുഴിച്ചിടുന്ന കാര്യമാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. लेकिन वो गाड़ने का विषय में नहीं है, बल्कि यीशु का प्राण अधोलोक में जाकर उधर के लोग, बंदीगृह के लोगों को सुसमाचार बांटने का विषय है वो. എന്നാൽ ഇവിടെ അടക്കത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, എന്നാൽ കുണ്ടറയിൽ ചെന്ന് അവിടെ ബദ്ധന്മാരോട് സുവിശേഷം പറയുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. सुसमाचार और विक्ट्री भी घोषणा करेगा.
സുവിശേഷവും അവിടെ വിജയത്തിന്റെ പ്രഘോഷണമാണ് അവിടെ പറയുന്നത്. जो हम लोग पत्रोस में भी हम पढ़ते हैं. അത് തന്നെ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും. लेकिन इसलिए ये विषय समझना है, 3 दिन और 3 रात मनुष्य का पुत्र कहाँ पर था? पृथ्वी के अंदर, यानी कि अधोलोक में वो गया था. 3 दिन और 3 रात. 3 രാവും 3 പകലും മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളറയിൽ ഇരിക്കുമെന്ന് നമ്മളിപ്പോ വായിച്ചു. रावों पगलुम आनो. രാവും പകലും. 3 एक्चुअली नाइट एंड डे आना चाहिए. 3 nights and 3 days. രാത്രിയും പകലും ओके ओके ओके, रात्रि. ओके, राइट राइट. यानी 3 nights and 3 days का विषय है वहां पर, हमें जो माइंड में याद रखना है. 3 രാവും 3 പകലും ഇതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. हाँ, और फिर हम देखते हैं दूसरा एक और वाक्य जो वहां पर प्रभु ने एक विषय में कहा है, वो है 3rd डे, तीसरा डे करके. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മൂന്നാമത്തെ ദിവസം എന്നും കൂടെ പറയുന്നുണ്ട്. हम लोग देखते हैं मत्ती का पुस्तक 16 का 21 में वहां पर प्रभु एक बात कहता है. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ प्रभु वहां पर क्या कहता है कि वो पुराने और महायाजकों और शत्रुओं के वहां से पकड़ा जाएगा, उन लोग उनको मारेंगे और वो क्या होगा, तीसरा दिन वो जी उठेगा. അവിടെ നമ്മൾ കാണാം, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചുകൊണ്ട് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് प्रस्तावित തുടങ്ങി. ऐसा ये वाक्य बहुत जगहों पर लिखा है. लूका 9:22 में भी पढ़ते हैं, वो पुरानी और महायाजकों और शास्त्रियों के वह पकड़ाया जाएगा और वो लोग को मार डालेंगे और वह तीसरा दिन जी उठेगा. 3rd day he will rise up on the 3rd day. അങ്ങനെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവിടെ ഇതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു, മൂപ്പന്മാരാൽ, മഹാപുരോഹിതന്മാരാൽ, ശാസ്ത്രിമാരാൽ ഒക്കെയും പലരും സഹിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. माइक ने अर्थ करना है, वॉइस थोड़ा कम हो गया. ओके, तो इसके लिए अभी हम लोग ने पहला हमने क्या देखा, जोना का प्रॉफिट का साइन हमें याद रखना है, यूनुस भविष्यवक्ता का चिन्ह को याद रखना है. യോനയുടെ അടയാളത്തെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കണം. वो क्या है कि 3 दिन और 3 रात वो पृथ्वी का भीतर रहेगा, यानी कि अधोलोक में था. 3 രാവും 3 പകലും അത് ഭൂമിയുടെ ഉള്ളറയിൽ ഇരിക്കും. അതായത് और हमने यीशु ने खुद गवाही दिया है कि मैं तीसरा दिन जी उठूंगा, आई विल राइज अप ऑन द 3rd डे. യേശു താൻ തന്നെ സാക്ഷ്യം പറയുകയാണ്, ഞാൻ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. अभी अगर ये चित्र को अगर हम देखेंगे तो ഈ ഒരു ചിത്രം നമ്മൾ ഇപ്പോൾ നോക്കിയാൽ यहाँ पर देखो, यीशु मसीह जब मरा वो 5वां दिन में मरा है, 5th डे को मरा है. യേശു കർത്താവ് മരിച്ചത് 5-ാമത്തെ ദിവസമാണ്. देखो वो दिन जब मरा वो 1st डे है जब मरा. ആ ഒരു ദിവസം മരിച്ചപ്പോൾ അത് ആദ്യത്തെ ദിവസം. अगर यीशु अगर फ्राइडे को मर रहा है तो बहुत गड़बड़ हो जाएगा, क्योंकि वो डेज कैलकुलेट नहीं होएगा. കാരണം കർത്താവ് വെള്ളിയാഴ്ചയാണ് മരിക്കുന്നതെങ്കിൽ ആ ദിവസം ശരിക്കും ഞായറാഴ്ചയായി വരത്തില്ല, 3-ാമത്തെ ദിവസം. क्योंकि प्रभु ने क्या योना का भविष्यवक्ता का वो चिन्ह को याद रखने के लिए बोला है, यूनुस का. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, യോനയുടെ അടയാളം നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. क्योंकि क्या 3 दिन और 3 रात, 3 രാവും 3 പകലും. तो वो हम देखते हैं प्रभु 5th डे यानी थर्सडे को वो दिन में वो मरा. അപ്പം കർത്താവ് ആ ഒരു രാവിലെയാണ് അവിടെ വ്യാഴാഴ്ച മരിച്ചത്. दोपहर को 3 बजे वो मरा. വൈകുന്നേരം 3 മണി. तो वो क्या हो गया, वो 1st डे हो गया. അത് അവരുടെ ആദ്യത്തെ ദിവസമായി. और फिर नेक्स्ट डे अगला दिन क्या है, तैयारी का दिन है. यहाँ पर पहला रात आ रहा है, उनको नाइट उनका शुरू हो रहा है, वो 1st नाइट हो गया. അത് അവർ പിന്നെ അവരുടെ ഒരു രാത്രി തുടങ്ങുകയാണ്, അത് അവരുടെ 1-ാമത്തെ രാത്രി. फिर हम देखते हैं उसी तैयारी का दिन का 1st 2nd डे हो गया. ആ ഒരുക്ക നാളിന്റെ 2-ാമത്തെ പിന്നത്തെ ആ ഒരു ദിവസം അത് 2-ാമത്തെ ദിവസമാണ്. അത് കഴിഞ്ഞ് फिर शब्बत आया, शब्बत का 2nd नाइट, ശബ്ബത്തിന്റെ 2-ാമത്തെ രാത്രി. और फिर उसी दिन शब्बत का दिन, तीसरा दिन, ശബ്ബത്തിന്റെ 3-ാമത്തെ രാവ്. और फिर हम देखते हैं पहला हफ्ते जो संडे है, उस दिन प्रभु कब हुआ, रात को एकदम अर्ली मॉर्निंग जब नाइट टाइम था तभी प्रभु का पुनरुत्थान हुआ. അപ്പം ഞായറാഴ്ച രാത്രി കർത്താവായ യേശു ക്രിസ്തു, അതായത് വെളുപ്പിനെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. यानी कि योना का चिन्ह क्या था, योना भविष्यवक्ता का चिन्ह क्या था. അപ്പൊ യോനയുടെ അടയാളം എന്തായിരുന്നു? 3 days and 3 nights. 3 രാവും 3 പകലും. इस तरह वो 3 days और 3 nights ये आधार पर पूरा हो रहा है. ഈ ഒരു അടിസ്ഥാനത്തിൽ മാത്രമേ ആ 3 രാവും 3 പകലും മുഴുവനുമായിട്ട് അവിടെ തെളിയുന്നുള്ളൂ. उतना ही नहीं, यीशु ने क्या बोला, मैं तीसरा दिन जी उठूंगा, 3rd डे.
ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് താൻ തന്നെ പറയുകയുണ്ടായി. हाँ, थर्सडे के बाद देखो फ्राइडे सैटरडे संडे, संडे थर्ड डे होता है. അപ്പം വ്യാഴാഴ്ച കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ മൂന്നാമത്തെ ദിവസമാണ്. हाँ, इस तरह वो भविष्यवाणी पूरा हो रहा है. ഈ രീതിയിലാണ് ആ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത്. तो इस रीति से अगर हम समझ सकते, कोई भी अगर बोलेगा कि यीशु मसीह कोई गुड फ्राइडे का दिन मरा, शुक्रवार को मरा करके बोलते समय में हमें क्लियरली उनको बता सकते हैं, नहीं प्रियो, यीशु मसीह मरने का दिन है, गुरुवार का दिन है. കാരണം ആരെങ്കിലും ഇനി വെള്ളിയാഴ്ചയാണ് കർത്താവ് മരിച്ചത് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ഈ രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കിക്കാൻ പറ്റണം. അല്ല, എന്നാൽ കർത്താവ് മരിച്ചത് വ്യാഴാഴ്ചത്തെ ദിവസമാണ്, 5-ാം ദിവസം. प्रियो, ये अभी कितना क्लियर हो चुका है हमें समझने के लिए कि प्रभु हमसे प्रभु जो मृत्यु का दिन का जो विषय है वो किस तरह है करके अभी हम समझ सकते हैं. ഇപ്പം കർത്താവ് യേശുക്രിസ്തു മരിച്ച ദിവസം അത് ഏത് ദിവസമാണ് ഇപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. मैं विश्वास करता हूँ सब लोगों को आशीष हुआ होगा. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന്. मैं ये तर्क करने के लिए या नॉलेज बताने के लिए नहीं, लेकिन हमें समझने के लिए मैंने ये विषय लिया है. ഞാൻ ഇതൊരു തർക്കത്തിന് വേണ്ടി അല്ല ഞാനിത് ഇവിടെ പറഞ്ഞത്, എന്നാൽ എന്തെങ്കിലും തെളിയിക്കാനോ ഒന്നുമല്ല, എന്നാൽ എന്റെ ഒരു സന്തോഷം ഞാൻ ഇവിടെ പങ്കിട്ടതാണ്. अक्सर क्या होता है, लोग मसीह धर्म के लोग क्या करते हैं, अरे आज गुड फ्राइडे है, चलो थोड़ा रोते हैं करके बोलकर शोक मनाते हैं, और ईस्टर आता है तभी प्रभु का पुनरुत्थान हुआ बोलकर इस तरह गुड फ्राइडे और ईस्टर के दिन ही प्रभु का मृत्यु को याद करते हैं वो लोग. നമ്മള് അന്യവിശ്വാസികളെ നോക്കിയാൽ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററിന്റെ ദിവസം മാത്രമാണ് ഒരു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത്. लेकिन पौलुस क्या कहता है, എന്നാൽ പൗലോസ് എന്താണ് പറയുന്നത്? पौलुस कहता है कि मैं रोज प्रभु का क्रूस उठाता हूँ. ഞാൻ ദിവസേന കർത്താവിന്റെ ക്രൂശ് ചുമക്കുന്നു. हाँ, प्रभु रोज वो क्रूस उठाकर चलता था. ദിവസേന ക്രൂശ് ചുമന്ന് നടക്കുന്നു. ये था पौलुस का गवाही. ഇതാണ് പൗലോസിന്റെ സാക്ഷ്യം. उतना ही नहीं, लूक 9:23 जब हम पढ़ते हैं, അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 9:23 നമ്മൾ വായിച്ചാൽ प्रभु ने क्या कहा, अगर सच्चा चेला कौन है, അവിടെ യഥാർത്ഥമായ ഒരു ശിഷ്യൻ ആരാണ്? जो प्रभु का क्रूस प्रतिदिन क्रूस उठाकर चलने वाला. ദിവസേന തന്റെ ക്രൂശ് ചുമന്ന് തന്റെ പിന്നാലെ പോകുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. हाँ, इसके लिए हमें प्रभु को धन्यवाद देना चाहिए. हमें गुड फ्राइडे या ईस्टर का दिन के लिए वेट नहीं करना चाहिए क्रूस उठाने का याद करने के लिए, बल्कि हम लोग वो लोग हैं जो प्रतिदिन क्रूस उठाते हैं. ദുഃഖ വെള്ളിയാഴ്ചയോ ഈസ്റ്ററിന് വേണ്ടി അല്ല നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവിന്റെ ദുഃഖം പങ്കിടാൻ, എന്നാൽ നമ്മൾ എല്ലാ ദിവസേന നമ്മൾ ക്രൂശ് ചുമക്കുന്നവരാണ്. हमारे लिए क्रूस का संदेश बोला तो एक सामर्थ का संदेश है, लेकिन नाशवान लोगों के लिए वो उसमें कोई सामर्थ नहीं है, वो नाश का संदेश है. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയുമാണ്. लेकिन प्रभु का धन्यवाद हो कि प्रभु ने हमें उस मूर्ख अवस्था में नहीं रखा, बल्कि आशीष का अवस्था में रखा है. എന്നാൽ നമ്മളെ ആ ഒരു അവസ്ഥയിൽ ദൈവം കൊണ്ടുപോകാതെ നമ്മളെ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. प्रभु हमें सहायता करे. കർത്താവ് നമ്മളെ സഹായിക്കും. Praise the Lord.